സുപ്രീം കോടതിയുടെ ഒരു വിധി. ആ വിധി കാരണം രാജ്യത്തെല്ലായിടത്തും കേരളത്തിൽ ഉൾപ്പെടെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അശോക് സാർ. 90 പൈസയോളമാണ് കേരളത്തിൽ യൂണിറ്റിന് 90 പൈസയോളം കേരളത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വൈദ്യുതി നിരക്ക് വർധനവിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ആ ഒരു വിധി എന്താണ്? ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് വൈദ്യുതിയുടെ വിൽപ്പന നടത്തുന്ന നോഡൽ ഏജൻസി. അവർ നേരിട്ട് വൈദ്യുതി വിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതായത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളാണ് വൈദ്യുതി വിൽപ്പന, വൈദ്യുതി ഉൽപാദനവും വിതരണവും വിൽപ്പനയും നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ട്രക്ചർ അതുപോലെ നിലനിർത്തിയിട്ട് ഇതിൻ്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ടാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വരുന്നത്. നരസിംഹറാവുവിൻ്റെ കാലത്ത് ആരംഭിച്ചു. വാജ്പേയി സർക്കാരിലത് ആ റെഗുലേറ്ററി കമ്മീഷൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിയമവിധേയമാക്കി മുന്നോട്ട് കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിനെതിരെ ഇടതുപക്ഷമൊക്കെ അതിനെതിരെ സമരം ചെയ്തതാണ്. പുതിയ ഇലക്ട്രിസിറ്റി ആക്ട് വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ആക്ട് 1938 ടെലിഗ്രാഫിക് ആക്ടിൻ്റെ കൂടെയുള്ള ഒരു ആക്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം റെഗുലേറ്ററി കമ്മീഷനാണ് വൈദ്യുതിയുടെ ഒരു നോഡൽ ഏജൻസി. ശരിക്കും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് വൈദ്യുതിയുടെ ഉൽപ്പാദനം എങ്ങനെയായിരിക്കണം, വിതരണം, ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കണം, വിതരണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു നോഡൽ ഏജൻസിയാണ്. അപ്പം ബോർഡുകൾ പല സ്ഥലത്തും ബോർഡുകൾ കമ്പനികളായിട്ട് മാറി. കേരളത്തിലെ ബോർഡല്ല, ഇപ്പം കമ്പനിയാണ്. ബോർഡുള്ള സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിലെ ബോർഡുണ്ടെന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല. അത് കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം കമ്പനികളാക്കിയെങ്കിൽ മാത്രമേ റെഗുലേറ്ററി കമ്മീഷൻ്റെ നോംസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇതിനെ മുഴുവൻ, വൈദ്യുതി വിതരണ മേഖലയെ മുഴുവൻ അനാലിസിസ് ചെയ്തിട്ട് വൈദ്യുതിക്ക് ഇത്ര വിലയാകാം, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ അകത്ത് അധിക ചെലവ് എവിടെയാണ് വരുന്നത്, അത് കട്ട് ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പം ശരിക്കും പറഞ്ഞാൽ വൈദ്യുതിയുടെ ജന്മി എന്ന് പറയുന്ന ഈ റെഗുലേറ്ററി കമ്മീഷനാണ്. അവരാണ് തീരുമാനിക്കുന്നത് വൈദ്യുതിക്ക് എത്ര വില വേണം, അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ബോർഡുകൾ അല്ലെങ്കിൽ ബോർഡ് കമ്പനികൾ, പല സർക്കാരിലുണ്ടായിരുന്ന കമ്പനികൾ, ബോർഡുകളെല്ലാം കമ്പനികളായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ വിതരണം നടക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, വളരെ പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1970 പെട്രോളിയം, അതായത് ഗ്യാസിന്, നമ്മളുടെ ഡൊമസ്റ്റിക് ഗ്യാസിന് കേന്ദ്ര സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഒരു ജനപ്രിയ നയം എന്ന നിലയിൽ ഗ്യാസിൻ്റെ വില കുറച്ചു നിർത്താനായിട്ട് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാം എന്ന് പറയും. സബ്സിഡി കൊടുക്കും. അതായത് 100 രൂപയുടെ ഗ്യാസ് ആണെങ്കിൽ ഒരു 80 രൂപ 60 രൂപയൊക്കെ ഗവൺമെൻറ് സബ്സിഡി തരും. ഈ സബ്സിഡി അനുസരിച്ചിട്ട് നിങ്ങൾ സബ്സിഡി കഴിച്ചുള്ള തുക കൺസ്യൂമറിൽ നിന്ന് മേടിച്ചാൽ മതി, ഉപഭോക്താവിൽ നിന്ന് മേടിച്ചാൽ മതി എന്നായിരുന്നു അതിൻ്റെ ഒരു നിലപാട്. അതനുസരിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇതിങ്ങനെ സബ്സിഡി കൊടുത്തും സബ്സിഡി റേറ്റിൽ ജനങ്ങൾ ഗ്യാസ് മേടിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇതൊരു രാജീവ് ഗാന്ധിയുടെ കാലത്തായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ മനസ്സിലാകുന്നത്. അത് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അഫോർഡ് ചെയ്യാൻ ഒക്കാത്ത വിധത്തിലേക്ക് ഈ സബ്സിഡി ഗ്യാപ്പ് കൂടി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് തരാം എന്ന് പറയുന്നതല്ല, അത് ഗവൺമെൻറ് കൊടുക്കുകയില്ല, കമ്പനികൾക്ക് കൊടുക്കുകയില്ല. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ക്രൂഡിലൊക്കെ ഉള്ള വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് കമ്പനികൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത്
ഈ സബ്സിഡി ഗവൺമെന്റിന്റെ സബ്സിഡി പതുക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങി, സബ്സിഡി കളഞ്ഞു. അപ്പോഴത്തേക്കും ഗ്യാസിന്റെ വില കുതിച്ചു കയറി. അതിനെതിരെയാണ് BJP സമരമൊക്കെ ചെയ്തത്. അപ്പം മൻമോഹൻ സിംഗിന്റെ ഒരു ഫിസിക്കൽ പോളിസി അനുസരിച്ചിട്ട് ഒരു ഇത്ര കാലത്തേക്ക് ഈ സബ്സിഡി ഗ്രാജുവലായിട്ട് കുറച്ച് കൊണ്ടുവരും. അപ്പോഴും സബ്സിഡി കൊടുക്കുന്നുണ്ട്, പക്ഷെ സബ്സിഡിയുടെ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇത് സ്വതന്ത്ര വിപണിയിലേക്ക് അങ്ങ് വിടും. അങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിരുന്നത്. അതേ സെയിം കാര്യം തന്നെയാണ് വൈദ്യുത മേഖലയിൽ സംഭവിച്ചത്. എല്ലാ സർക്കാരുകളും വൈദ്യുത മേഖലയിൽ സബ്സിഡി കൊടുക്കാൻ അതായത് ബോർഡുകളുണ്ട്. അന്ന് ബോർഡുകളൊക്കെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡുകളാണ്. ഇപ്പോഴാണ് കമ്പനികളെ കുറച്ചുകൂടെ സ്വതന്ത്രമായ, എന്നിട്ടും പൂർണ്ണമായിട്ട് സ്വതന്ത്രമായ കമ്പനികളല്ല. അപ്പൊ അവരോട് സബ്സിഡി കൊടുക്കാൻ പറയും. അത് കേരളത്തിലാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഏറ്റവും കുറഞ്ഞ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്, ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻപിച്ച സബ്സിഡിയോടുകൂടിയാണ് കറണ്ട് ചാർജ് കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഉൽപാദനവും വിതരണവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഗ്യാപ്പ്, സബ്സിഡി ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു ഗ്യാപ്പുണ്ട്. അപ്പം നമുക്കറിയാം, ഏത് കച്ചവടമാണെങ്കിലും അതിൻ്റെ ഉൽപാദന വിലയേക്കാൾ താഴ്ത്തി വിറ്റ് കഴിഞ്ഞാൽ താമസിയാതെ കമ്പനി പൂട്ടിപ്പോകും. ഈ ഗവൺമെന്റ് കമ്പനികളെല്ലാം അല്ലെങ്കിൽ ബോർഡുകളെല്ലാം പൂട്ടിപ്പോകും. അപ്പോൾ ഇതിനെ സ്വതന്ത്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളും പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. ജനത്തിന് കറണ്ട് കിട്ടാതെ, ഇപ്പം നമുക്ക് കറണ്ട് ഇല്ലാതെ ജീവിക്കാനൊക്കില്ല, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാനൊക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കറണ്ട് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക്. എല്ലാവർക്കും അതിൻ്റെതായ ഓരോവിധം സബ്സിഡികളുണ്ട്. എന്നാൽ ഇപ്പം വ്യാവസായിക വകുപ്പിലാണെങ്കിൽ വ്യാവസായിക വകുപ്പിന് കൊടുക്കുന്ന കറണ്ടിന്റെ സബ്സിഡി വേണമെങ്കിൽ വ്യാവസായിക വകുപ്പിന് വഹിക്കാൻ പറ്റും, മെഡിക്കൽ വകുപ്പിന് വേണമെങ്കിൽ വഹിക്കാൻ പറ്റും, എഡ്യൂക്കേഷൻ, അങ്ങനെ അവരുടെ വകുപ്പിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ തുകകളൊന്നും തന്നെ ബോർഡിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ ചെല്ലാറില്ല. ആ ഭാഗത്താണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ വൈദ്യുതിയുടെ ഉൽപാദന വിലയ്ക്ക് ആനുപാതികമായ കമ്പനികൾക്ക് ലാഭം കിട്ടത്തക്ക വിധത്തിൽ, കാരണം കമ്പനിയിലും ധാരാളം തൊഴിലാളികളുണ്ട്, കമ്പി വലിക്കാനും ട്രാൻസ്ഫോമറുകൾ ഫിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ചെലവുകളുണ്ട്, പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിൻ്റെ പുറകെയുണ്ട്. ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ സർക്കാർ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന സബ്സിഡികൾ, ആ സബ്സിഡി ലഭ്യമാക്കാനും ഇനി വരും കാലങ്ങളിൽ സബ്സിഡി തുക കുറച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി റെഗുലേറ്ററി കമ്മീഷനോട് ഇത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാവുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കാരണം കേരളത്തിലെ ആണ് ഏറ്റവും കൂടുതൽ ഗാർഹിക ഉപഭോക്താക്കളുള്ളത്. ഗാർഹിക ഉപഭോക്താക്കളുടെ കറണ്ട് ചാർജ് വളരെ കുതിച്ചുയരും എന്ന് അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാകും താമസിയാതെ. അപ്പൊ ഇതിന്റെ ഈ ഒരു നീക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വൈദ്യുതി വകുപ്പ്, അതായത് കേന്ദ്ര വൈദ്യുതി വകുപ്പും സംസ്ഥാന വൈദ്യുതി വകുപ്പുകളും ഗാർഹിക ഉപഭോക്താക്കളുടെ കറണ്ട് ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കമ്പനികൾ ട്രാൻസ്മിഷൻ ലോസ്, അതായത് കറണ്ട് അതിൻ്റെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് ഇടയ്ക്ക് വരുന്ന നഷ്ടം, ആ ലോസുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യാനും അതുപോലെ തന്നെ പിരിഞ്ഞു കിട്ടാനുള്ള തുകകൾ പിരിച്ചെടുക്കാനും ഒക്കെ ആയിട്ടുള്ള വളരെ ഒരു തീവ്രമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതും ഏകദേശം ഒരു 50% സക്സസ്ഫുൾ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 2000-ല് ഈ നടപടികളുടെ ഒരു തുടക്കം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ AC-യുടെ എണ്ണം വർദ്ധിച്ചു. അതുപോലുള്ള ഗാഡ്ജറ്റുകളുടെ EVകൾ
ഇലക്ട്രോണിക് വെഹിക്കിൾസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൺസംഷൻ കൂടി. അപ്പം അങ്ങനെ ഈ കൺസംഷൻ, ഇലക്ട്രിക്കൽ കൺസംഷൻ കൂടി വരുന്നു. അതിനനുസരിച്ചിട്ട് ബോർഡിന്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനികളുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് തുക, അത് പ്രവർത്തിക്കാനുള്ള തുക, ഇപ്പം EVക്ക് സപ്ലൈ ചെയ്യാനായാലും സോളാറിൽ നിന്നുള്ളത് ഗ്രിഡിലേക്ക് എടുത്തിട്ട് തിരിച്ച് സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് കോസ്റ്റ് ആകുന്നുണ്ട്. അതൊന്നും ജനം അറിയുന്നില്ല. അതായത് ബാറ്ററി വെച്ചിട്ടാണ്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, 46% കറണ്ട് മാത്രമേ സോളാർ ഉപഭോക്താക്കൾ തിരിച്ചെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 54% കറണ്ട് ബാറ്ററികളിൽ സേവ് ചെയ്തിട്ട് അത് രാത്രി കൊടുക്കുകയാണ്. അതായത് പീക്ക് സമയത്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു നടപടിയാണ്. ഈ ബാറ്ററി എന്ന് പറയുന്നത് തന്നെ ഒരു ലാഭകരമല്ലാത്തൊരു ബിസിനസ്സാണ്. കമ്പനികൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ബാറ്ററികളുടെ വില, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതിൻ്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും പിന്നെയും ആയിരിക്കും ഈ കമ്പനികൾക്ക് വരുന്നത്. അപ്പൊ ഇതിന് ഒരു സംരക്ഷണം എന്ന നിലയിലാണ് വേണം സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാണേണ്ടത്. എന്തായാലും കറണ്ട് ചാർജ് കൂടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. മലയാളിക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കുറവ് കറണ്ട് ചാർജ് കൊടുക്കുന്ന സ്ഥലം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ഇപ്പൊ ഡൽഹിയെ പറ്റി പലരും കേജ്രിവാളിന്റെ ഡൽഹിയിൽ ഫ്രീ ആയിട്ട് കറണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. അത് 200 യൂണിറ്റ് കഴിയുമ്പോൾ, അല്ലെ 100 യൂണിറ്റ് കഴിയുമ്പോഴേക്കും പിന്നീട് അതങ്ങ് റോക്കറ്റ് പോലെ ഷൂട്ടപ്പ് ചെയ്യും. ഇതാരും ഒരു മാധ്യമങ്ങളും പറയാറില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് തയ്യാറായിരിക്കേണ്ടി വരും. കറണ്ട് ചാർജ് വർദ്ധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വൈദ്യുതി രംഗത്ത് അല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ് ഉപഭോക്താക്കൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. എന്തായാലും സുപ്രീം കോടതി വിധിയോടുകൂടി വൈദ്യുതി നിരക്കിൽ വൻ വർധനവാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ മാത്രം യൂണിറ്റിന് 90 പൈസയുടെ വർധനവുണ്ടാകുന്നു. അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ റെഗുലേറ്ററി ഇടപെടലുകളിലൂടെ കോടികളാണ് നികത്താൻ ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വൈദ്യുതി നിരക്ക് വർധനവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.